ആ ഒരു ബലൂണ് തട്ടി തട്ടി ഉടുപ്പിടുന്ന ടാസ്ക് അല്ലേ, ആ ടാസ്ക് ആദ്യം പുറത്ത് വെച്ച് ചെയ്തപ്പോൾ കാറ്റുണ്ടായിരുന്നിട്ടും ജാസ്മിൻ കളിച്ച് ജയിച്ചു. ഞാൻ ലൈവ് കണ്ടതാണ് ഫുള്ള്. രണ്ടാമത് അകത്ത് വെച്ച് ബിഗ് ബോസ് ചെയ്യണമെന്ന് പറഞ്ഞു. ജാസ്മിൻ ജയിച്ച ടാസ്ക്കാണ്, വീണ്ടും പക്ഷെ ചെയ്താലേ ശരിയാവും എന്ന് പറഞ്ഞു. അകത്ത് വെച്ച് കളിച്ചു. അപ്പോഴും ആദ്യം ഫിനിഷ് ചെയ്ത് ജയിച്ചത് ജാസ്മിൻ. പക്ഷേ ഒരു കാര്യമില്ലാതെ അർജുൻ വഴക്കിടാൻ പോയതുപോലെ എനിക്ക് തോന്നി, സപ്പോർട്ടായിട്ട് ശ്രീതുവും. അതായത് അർജുൻ പറഞ്ഞത് ആ ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ആ ഒരു ബനിയൻ അത് തിരിച്ചാണ് ജാസ്മിൻ ഇട്ടത്, കഴുത്ത് തിരിഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒരു വഴക്കിട്ട്. അത് ആക്ച്വലി കഴുത്ത് തിരിഞ്ഞില്ല എന്ന് തോന്നുന്നു. ഈവൻ ഇനി അത് തിരിഞ്ഞു എന്ന് തന്നെ വെച്ചാൽ പോലും അതൊരു പ്രശ്നമല്ല. ആദ്യം ഫിനിഷ് ചെയ്യുക, അത് ഇടുക, ആദ്യം ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. അത് കോളർ ഉള്ളതായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വി ഷേപ്പ് വന്നത് ബാക്കിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ വെറുതെ ഒരു ആർഗ്യുമെൻറ്റിന് നിന്നു. എന്നാലോ അർജുനും ഇട്ടത് അങ്ങനെയായിരുന്നു. അതാണ് ഇതിലെ കോമഡി. അർജുനും അങ്ങനെയാണ് ഇട്ടത്. അത് പിന്നീട് ഊരുമ്പോൾ അത് കണ്ടെത്തുകയും ചെയ്തു. ഇൻഡോ അത് കണ്ടെത്തി. എന്നാൽ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല ഇട്ടത്, ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് ഇട്ടത്. അർജുൻ വെറുതെ പറഞ്ഞു. അതിലൂടെ ആരെങ്കിലും കണ്ടോ ഞാൻ അങ്ങനെ തിരിഞ്ഞിട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ആർക്കും ഉത്തരവുമില്ല. അപ്പോൾ ജയിച്ചത് ജാസ്മിൻ തന്നെയാണ്. പക്ഷെ ഒരു കാര്യമില്ലാതെ ജാസ്മിൻ്റെ ഈ ഒരു ജയം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുപോലെയാണ് അർജുനും ശ്രീതു അവിടെ നിന്നത്. അതത്ര എനിക്ക് നല്ല രീതിയിൽ തോന്നിയില്ല. കാരണം ആവശ്യമുള്ളതിനൊന്നും പ്രതികരിക്കാത്തവരാണ്. ഒരു കാര്യമില്ലാതെ ഇന്നത്തെ ഈ ടാസ്കിൻ്റെ ഇടയിൽ ചുമ്മാ ജാസ്മിനോട് ഉടക്കാൻ വേണ്ടി പോയതെന്ന് എനിക്ക് തോന്നി. കാരണം ജാസ്മിൻ നന്നായി കളിച്ചു. ഫസ്റ്റ് ടൈമിൽ ഈ ടാസ്ക് ചെയ്തപ്പോഴും ജയിച്ച ജാസ്മിനാണ്, രണ്ടാമത് ചെയ്തപ്പോഴും ജയിച്ചത് ജാസ്മിനാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വഴക്കിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. അതെന്തോ ജാസ്മിൻ ജയിക്കുന്നതിൽ എന്തോ പ്രശ്നമുള്ളത് പോലെ പെരുമാറിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.